നമസ്കാരം, വരുന്ന പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്രീമി ലെമൺ ഗാർലിക് ചിക്കനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ചിക്കൻ ബ്രസ്റ്റ് ഒരു 2-3 ഒരു 400 ഗ്രാമാണ് ആകെ ഉള്ളത്. അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ച് പരത്തിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് കുരുമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, കോൺഫ്ലവർ, പിന്നെ നമ്മുടെ ബട്ടർ, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കളറിന് വേണ്ടി മാത്രം കുറച്ച് കശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരഗാനോയും തൈമും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഗാർലിക് പൗഡർ, പിന്നെ ലെമൺ ജ്യൂസ്, ഒരു 2 കഷ്ണം നാരങ്ങയാണ്, ചെറുനാരങ്ങയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കിംഗ് ക്രീം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് പുരട്ടിയെടുക്കണം. ചിക്കനിലോട്ട് ഡയറക്റ്റാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ചല്ല, ഓരോ ചിക്കനിലേക്കും സെപ്പറേറ്റ് ആണ് നമ്മൾ മസാല മിക്സ് ചെയ്തേക്കണേ. ചെറിയൊരു അളവിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഓരോ ചിക്കൻ്റെ പീസും നമുക്ക് മസാല ഒന്ന് പുരട്ടിയെടുക്കാം. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയെടുക്കണം. കാരണം കോൺഫ്ലവർ ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കിനി ചിക്കൻ ഇതിലൊന്ന് എന്താ പറയുക ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ. വെളിച്ചെണ്ണ ചൂടായിട്ടാണ് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കിയെടുത്താൽ മാത്രം മതി, ഒരുപാട് അങ്ങോട്ട് ചെയ്യണ്ട. ഓരോ സൈഡും അറൗണ്ട് ഒരു 6 മിനിറ്റെങ്കിലും നമ്മളൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു വേവിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് അതേ പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരഗാനോയും തൈമും മിക്സ് ചെയ്തത്, പിന്നെ ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ്, ഗാർലിക് പൗഡർ, കുറച്ച് കശ്മീരി ചില്ലി, പിന്നെ ലെമൺ ജ്യൂസ്, ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ചെറിയുള്ളിയും അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരഗാനോയും ചേർക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടി മാത്രം ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, കളറിന് വേണ്ടി മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ്. അതും ഞാനൊരു 1 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഗാർലിക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പം അധികം ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്നും നന്നായിട്ട് കൂട്ടി കൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 30 സെക്കൻഡ് എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ആ മസാലയും പുളിയൊക്കെ ഒന്ന് കൂട്ടി പിടിക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് കൂടെ ഇതൊന്ന് വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
മസാല മുകളിലേക്ക് ഒന്നിങ്ങനെ തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ഗാർലിക് ലെമൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്താലോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ക്രീമി ലെമൺ ഗാർലിക് ചിക്കൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.